ഹായ് ഫ്രണ്ട്സ്, അടുക്കും ചുറ്റിയുള്ള വീട് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നമ്മുടെ വീടെന്നും വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യം നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടുക. ആ തലവണാറയൊക്കെ ഒന്ന് കുടഞ്ഞ് അതേപോലെ കർട്ടനൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഏതെങ്കിലും ഒരു ജനലെങ്കിലും തുറന്നിട്ട് ഒരു കാറ്റും വെളിച്ചം കയറാനായിട്ട് ഒന്ന് അനുവദിക്കുക. കാരണം നമ്മൾ രാത്രി മൊത്തം അടച്ചിട്ട റൂമല്ലേ. അപ്പോൾ ഒന്ന് സൂര്യപ്രകാശമൊക്കെ ഒന്ന് അകത്ത് കയറി ശുദ്ധവായു രാവിലെ തന്നെ കയറുമ്പോൾ വീടിനൊരു പോസിറ്റീവ് വൈബായിരിക്കും. ഇതെല്ലാവർക്കും ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ മക്കൾ കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സാഹചര്യം മാറി പിള്ളേരൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോൾ മാക്സിമം അത് രാവിലെ തന്നെ നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ ഒതുങ്ങി കഴിയുമ്പോഴേക്കും ഈ ഒരു പരിപാടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ നമുക്ക് എത്ര റൂമുണ്ടോ വീട്ടിലാകപ്പാടെ ഒരു റൂമുള്ളൂ, ഞാൻ ഒരു റൂമാണെങ്കിലും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്തിടാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണം. രാവിലെ തന്നെ നമ്മുടെ ബെഡ് മേക്കിംഗ് നടക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരിക്കും. നമ്മുടെ കിച്ചണിലെ കാര്യങ്ങളാണെങ്കിലും റൂമിലേക്ക് നമുക്ക് കയറി വരാനായാലും എല്ലാത്തിനും നമുക്കൊരു പ്രത്യേക ഉന്മേഷം തന്നെയായിരിക്കും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് കിച്ചണിലേക്ക് കയറി വന്നിട്ട് നമുക്ക് അന്നത്തെ ദിവസത്തേക്കുള്ള ഫുഡ് രാവിലത്തേക്കും ഉച്ചത്തേക്കുള്ളതൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ രാവിലെ ആ ടൈമിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത്രയും പരിപാടികൾ നമ്മൾ രാവിലത്തെ ചായക്കുള്ള പരിപാടിയും ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ പരിപാടി കഴിയുമ്പോഴേക്കും നമ്മുടെ കിച്ചൺ ആകെ മെസ്സായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ രാവിലത്തെ കിച്ചണിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കാനെല്ലാം കഴിഞ്ഞപ്പോഴേക്കും കിച്ചൺ ആകെ അലങ്കോലമായിട്ട് അവിടെ കിടക്കണേ. ഇനി ഇത് ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ആദ്യം തന്നെ സിങ്കിൻ്റെ അടുപ്പത്തേക്ക് അടുപ്പിച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ വയ്ക്കാണ്ട് ചെറിയ ഏതെങ്കിലും പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാമെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴുകി വയ്ക്കുക. എന്നിട്ട് ഉള്ള പാത്രങ്ങളൊക്കെ വേഗം പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കുക. നമ്മളത് പിന്നത്തേക്കായിട്ട് പെൻഡിങ് ആക്കി വെക്കാണ്ടിരിക്കുക. നമ്മളിത് ഇവിടെ വെച്ചുകൊണ്ട് പുറത്ത് എന്തെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ അത് കൂട്ടിയിട്ടാണ്ട് അപ്പം തന്നെ ചെയ്യാൻ നോക്കാം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മുടെ ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും വീണിട്ടില്ല, അതാണ് ജസ്റ്റ് ഞാൻ ഒന്ന് ഓടിച്ച് തുടക്കണുള്ളൂ. അപ്പോൾ തുടക്കുന്ന സമയത്ത് നമ്മുടെ ഇതേപോലെ നമ്മൾ എന്താ പറയുക മല്ലിപ്പൊടി മുളക് വെച്ചാൽ ട്രേ ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി തുടച്ചെടുക്കുക. അതേപോലെ നമ്മൾ ഏതെങ്കിലും പൊടികളൊക്കെ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് അതൊക്കെ അതാത് സ്ഥലത്തേക്ക് എടുത്ത് വയ്ക്കാം. കൗണ്ടർ ടോപ്പ് മാക്സിമം ക്ലീൻ ആക്കി ഇടാനായിട്ട് ഒഴിച്ചിടാനായിട്ട് നോക്കാം. ഇനിയുള്ളത് നമുക്ക് നമ്മുടെ സിങ്ക് ക്ലീൻ ആക്കാനാണ്. അപ്പോൾ സിങ്ക് ക്ലീൻ ആക്കാനായിട്ട് എപ്പോഴും പാത്രം കഴുകണ സ്ക്രബ്ബർ അല്ലാണ്ട് വേറൊരു സ്ക്രബ്ബർ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ച് എപ്പോഴും സിങ്ക് ക്ലീൻ ആക്കി ഇടുക. അത് രാവിലെയും വൈകുന്നേരം ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ചിലത് ആകെ മോശമാവാനായിട്ട് അത് വെച്ചുകൊണ്ടിരിക്കും. അത് അത്രയും വൃത്തിയിടാൻ കഴിഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ അത് മാറ്റാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ കിച്ചൺ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി ഉണ്ടല്ലോ, അതും ഡെയിലി വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതുമായി നിറച്ച് എണ്ണ വഴുക്കായിട്ട് നമുക്ക് കൈ തൊടുമ്പോൾ തന്നെ ഭയങ്കര വഴുവഴുപ്പൊക്കെയായിരിക്കും. അത് ഡെയിലി വാഷ് ചെയ്യുക. അത് ചൂടുവെള്ളത്തിലിട്ട് വൈകുന്നേരം ഒന്ന് വാഷ് ചെയ്ത് വയ്ക്കുക. അതേപോലെ നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ആണെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കണം കേട്ടോ. അത് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട്. കിച്ചണിലെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൂമൊക്കെ ഓരോന്നായിട്ട് അടിച്ച് വരാൻ കേട്ടോ. അതേ റൂമിൽ ചെന്നപ്പോൾ മോൻ്റെ ഡ്രസ്സുകളൊക്കെ മടക്കിയിട്ട് അതൊക്കെ അങ്ങനെ ഇരിക്കണം. അപ്പോൾ അതൊക്കെ അതാത് ഷെൽഫിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ റൂമും നമുക്ക് ഇതേപോലെ അടിച്ച് വാരി എടുക്കാം കേട്ടോ. അപ്പോൾ മാറ്റാനുള്ള എന്തെങ്കിലും സാധനങ്ങളോ അതായത് സ്ഥലത്തിരിക്കാത്തതൊക്കെ ഇപ്പോൾ പിള്ളേരുള്ള വീടുകളിലാണെങ്കിൽ സ്ഥാനം തെറ്റിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അതാത് സ്ഥലങ്ങളിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ടൊന്ന് അടിച്ചിടാം. അടിച്ചു വാരൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ഹോളിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാഷിംഗ് ബേസിൻ ഉണ്ടാവും. അതിനോടനുബന്ധിച്ചുള്ള ഒരു കണ്ണാടി ഉണ്ടാവും. അതേപോലെ ടീപ്പോയി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാം. ഇതിപ്പോൾ ഞാൻ വാഷിംഗ് ബേസിൻ കഴുകാനായിട്ട് നമ്മുടെ ഹാൻഡ് വാഷ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ആ കണ്ണാടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ വെച്ച് നനച്ച് തുടച്ചിട്ടാണെങ്കിൽ ശരിക്കും ക്ലീൻ ആവും. ഞാനിപ്പോൾ അത് നമ്മുടെ റീയൂസബിൾ ടിഷ്യൂ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് നനച്ചൊന്ന് തുടച്ച് തരണുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ ഹോളൊക്കെ ഒന്ന് ക്ലീൻ ആവും. ഇനി നമ്മൾ വീട്ടിലിരിക്കുന്നതാണ്, നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, നമുക്ക് സമയമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓടിച്ച് തുടച്ചിടാം. അതല്ല ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമ്മൾ ആ മാക്സിമം കിച്ചണും ഹോളും നമ്മുടെ സിറ്റ് ഔട്ടും കൂടി തുടച്ചിട്ടാണെങ്കിൽ അത്രയും നല്ലത്. ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ കിച്ചണെങ്കിലും എല്ലാ ദിവസവും തുടയ്ക്കാനായിട്ട് നോക്കണം കേട്ടോ. ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് അലക്കാനുള്ള ഡ്രസ്സൊക്കെ അലക്കാം. അപ്പോൾ കല്ലുമ്മ കുത്തി തിരുമ്പണ്ടാണെങ്കിൽ അത് ചെയ്യുക. പിന്നെ വാഷിംഗ് മെഷീൻ ഇടാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഇടാം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഈ സമയത്താണ് ചെയ്യണത്. അലക്കിയ തുണി വിരിക്കാൻ പോയിട്ട് വരുമ്പോൾ തന്നെ ഞാൻ തലേദിവസം അലക്കിയിട്ട് തുണികൾ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് താഴത്തേക്ക് എടുത്തുകൊണ്ട് വരും കേട്ടോ. ഞാൻ എൻ്റെ ഡ്രസ്സ് മാത്രമേ എടുത്തുകൊണ്ട് വരാറുള്ളൂ. മക്കളുടെ ഡ്രസ്സുകളൊക്കെ ഞാൻ അവരെ കൊണ്ട് തന്നെയായിട്ട് എടുപ്പിക്കാറ്. ഡ്രസ്സുകൾ ഇതേപോലെ മടക്കി വയ്ക്കുന്ന സമയത്താണ് നമ്മൾ സ്ഥിരം ഇടുന്ന ഡ്രസ്സുകളും അതേപോലെ നമുക്ക് വല്ല ഫംഗ്ഷനൊക്കെ പോകേണ്ട ഡ്രസ്സുകൾ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് തന്നെയായിട്ട് ഇവിടെ വയ്ക്കാറ്. അതേപോലെ നമുക്ക് പാകാവാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സെപ്പറേറ്റ് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സിലേക്ക് ഇട്ടേക്കും. അപ്പോൾ അത് ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കുറച്ചായി കഴിയുമ്പോൾ കുടയ്ക്കുകയോ അതല്ലെങ്കിൽ നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ ചെയ്യാറ്.
ഇത്രയും കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വൈകുന്നേരമാണ് ഇവിടെ മിക്കവാറും മിറ്റടിക്കാറ്. കാരണം രാവിലെ എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ രാവിലെ എനിക്ക് മിറ്റടിക്കാനായിട്ട് ചിലപ്പോൾ സമയമൊന്നും കിട്ടാറില്ല. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ വീടും പരിസരമൊക്കെ ഒരുവിധം വൃത്തിയായി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഡെയിലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഇത്രയും കഴിഞ്ഞ് നമ്മളിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷമുണ്ട്. അത് തന്നെ ഏറ്റവും വലുതാട്ടോ. ഇതൊക്കെ തന്നെയാണ് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.